ഹായ് ഹലോ വെൽക്കം ടു ഡി കെ ബ്ലോഗ്സ്. ഡി കെ ബ്ലോഗ്സിൽ സൺഡേയിൽ ഒരു ഔട്ടിങ്ങിൽ പോയാലോ? ഔട്ടിങ് അങ്ങനെ ഞാൻ ചേട്ടൻ വരുമ്പോൾ മാത്രമേ പോകാറുള്ളൂ. നമ്മൾ കൂടുതൽ ഔട്ടിങ്സ് അപ്പോഴേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ രോഹിണി വന്നിട്ടുണ്ട്. രോഹിണി എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ വീഡിയോയിൽ പുതിയ കഥാപാത്രമാണ്. രോഹിണി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. കൊച്ചുനാൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അവളുടെ വഴി, ഞാൻ എൻ്റെ വഴി. എന്നാൽ പോലും ഞങ്ങൾ മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൾ ബോംബെ തിരിച്ചു വന്നു. ഒരു ജോലി ഒക്കെ നേടി ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ സൺഡേ മാത്രമേ അവൾക്ക് ഓഫ് ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് എനിക്ക് പിന്നെ ലീവാണല്ലോ, എനിക്ക് ജൂണിൽ പോയാൽ മതി. സോ അങ്ങനെയൊക്കെ ഇരിക്കെ അവൾ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയാലോ, പിള്ളേരെയും കൊണ്ട്. അവർക്കും കുറച്ച് സമയം, ഒരു എൻജോയ്മെൻറ്റ് സമയം കിട്ടും, നമുക്കും ഒന്ന് സംസാരിക്കാം. പിന്നെ അമ്മമാരും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയല്ലേ, അവരെയും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാനിട്ടു. അങ്ങനെ പ്ലാനിട്ട് സൺഡേ ഞങ്ങളൊരു ഉച്ചയായപ്പോഴത്തേക്ക് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴോ നല്ല മഴ. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും ഫ്ലോപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വരും. അതുപോലെ മഴയത്ത് ഞങ്ങൾ പക്ഷേ പിള്ളേരെയും കൊണ്ട് പോയി. അവിടെ ചെന്നു, പിള്ളേരെയും കൊണ്ട് മെഗ്ഡി കയറി, പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു. അവിടുന്ന് അവർ കളിക്കാനിറങ്ങി. അവരുടെ കൂടെ അമ്മമാരും കയറി, ആ ട്രെയിനിൽ കയറി. അവർക്കും ഈ പ്രായത്തിലൊരു എൻജോയ്മെൻറ്റ്. നമുക്ക് വേണ്ടി ഒരുപാട് ലൈഫ് കളഞ്ഞ ആൾക്കാരാണ്, കളഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. അപ്പം അവർക്കും കൂടെ കിട്ടുന്ന കുറച്ച് സന്തോഷങ്ങൾ ഞങ്ങൾ ഒട്ടും മിസ് ചെയ്യാറില്ല. സ്പെഷ്യലി ഞാൻ രോഹിണി ഒട്ടും മിസ് ചെയ്യാറില്ല. കാരണം ഞങ്ങളങ്ങനെയാണ്. സോ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തു. അവൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ച് തന്നു. അതൊരു സന്തോഷം, അവൾക്കും സന്തോഷം. അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഒരു ഈവനിങ് അങ്ങനെ അവസാനിച്ചു. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.